CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിലെ കേബിൾ TV പ്രസ്ഥാനത്തെ തകർക്കാനാണ് കോർപ്പറേറ്റുകളോട് കൂറുള്ള ചില KSEB ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്ന് COA സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ചാലക്കുടിയിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അകലാട് മൂന്നയിനിയിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പുറകിൽ സ്കൂട്ടർ ഇടിച്ച് ഹോട്ടൽ തൊഴിലാളി മരിച്ചു. അഞ്ചാങ്കല്ല് പെരുമ്പുള്ളി മുസ്തഫ എന്ന മുത്തുവാണ് മരിച്ചത്. വേലൂരിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടം. കാറിലുണ്ടായിരുന്ന സഹോദരങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചാവക്കാട് നഗരസഭയിൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റ് മുൻ വർഷങ്ങളിലെ ആവർത്തനമാണെന്ന് ആരോപിച്ച് ചട്ടികൾ നിരത്തി പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ഗുരുവായൂർ ആനക്കോട്ടയിലെ ആനകളെ പാപ്പാന്മാർ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ നടപടി. മർദ്ദനമേറ്റ കൃഷ്ണ, കേശവൻകുട്ടി എന്നീ ആനകളുടെ പാപ്പാന്മാരെയാണ് സസ്പെൻഡ് ചെയ്തത്. കുന്നംകുളം കാണിപ്പയ്യൂരിൽ അമിത വേഗതയിലെത്തിയ ബസ് കാറിൽ ഇടിച്ച് അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികളുടെ ലിംഗസമത്വ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ പഞ്ചായത്ത് പദ്ധതിയുടെ ഭാഗമായി അനന്യസമേതം ജെൻഡർ ക്യാമ്പ് സംഘടിപ്പിച്ചു. കാണാതായി 7.5 വർഷം പിന്നിട്ടിട്ടും അന്വേഷണം എങ്ങുമെത്താതെ നിരാശയിൽ കുടുംബം. മരത്തംകോട് ബബിതയുടെ ഭർത്താവ് ജിനീഷ് പോർക്കുളത്തെയാണ് കാണാതായി വർഷങ്ങൾ പിന്നിടുന്നത്. മരത്തംകോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളി സ്ഥാപന പെരുന്നാളും ജോസഫ് തോലത്ത് കോർ എപ്പിസ്കോപ്പയ്ക്ക് സ്വീകരണവും നടന്നു. നീണ്ട 19 വർഷക്കാലം വടക്കാഞ്ചേരി നിയോജകമണ്ഡലം MLA ആയിരുന്ന KS നാരായണൻ നമ്പൂതിരിയുടെ 26ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കാട്ടകാമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. കാട്ടകാമ്പാൽ പഞ്ചായത്ത് 2023-24 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം 2,40,000 രൂപ വകയിരുത്തി നടപ്പിലാക്കുന്ന SSC ഗുണഭോക്താക്കൾക്കുള്ള വാട്ടർ ടാങ്കുകളുടെ വിതരണോദ്ഘാടനം നടത്തി. ഉൽപാദന മേഖലയ്ക്ക് ഊന്നൽ നൽകി പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക ബജറ്റ്. ഉൽപാദന മേഖലാ വികസനത്തിനായി 19.61 കോടി രൂപ നീക്കിവച്ചു. BMSന്റെ 20ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കുന്നംകുളം മേഖലയിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. പുതുശ്ശേരി സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിൽ വിജയദിനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളെ ആദരിച്ചു. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. പുനേർകുളം മന്നലാംകുന്ന് യൂത്ത് സ്ക്വയർ കിണർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അജ്മീർ ആണ്ട് നേർച്ചയും ദുആ സമ്മേളനവും നടത്തി. സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കാട്ടകാമ്പാൽ പഞ്ചായത്തിന്റെ 2024-25 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ പ്രസിഡന്റ് രേഷ്മ ടീച്ചറുടെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് PA യദുകൃഷ്ണനാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ദേശീയ വിരമുക്തി ദിനത്തിന്റെ ഭാഗമായി പഴഞ്ഞി MD കോളേജ് NSS യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് വിരഗുളികകൾ നൽകി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.